ആകരുതേ, മകനെ അസ്വസ്ഥനാകരുതേ. ആധിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ, മകളെ അസ്വസ്ഥയാകരുതേ. ആധിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക? നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക? ആകുലനാകരുതേ, മകനെ അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ അനുദിന വചനം, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, പഠിപ്പിക്കണമേ. അവിടുന്ന് അപ്രകാരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവൻ നാമത്തിൽ തന്നെ, ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് ടു യു. നോട്ട് ആസ് ദ വേൾഡ് ഗിവ് ഐ ആൻഡ് ടു യു. Let not your heart be troubled, neither let it be afraid. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ദൈവവിശ്വാസം വെടിയുന്നവർ ധാരാളം പേരുണ്ട്. ശാസ്ത്രത്തെ വലുതാക്കി ദൈവത്തെ നിഷേധിക്കുന്നവരുമുണ്ട്. 2000 മുതൽ 2016 വരെയുള്ള 4 ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുത്ത നാസയുടെ ബഹിരാകാശ സഞ്ചാരി ജെഫ്രി വില്യംസിൻ്റെ വാക്കുകളാണ്. ബൈബിളും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് ഒരു പ്രമുഖ ക്രിസ്ത്യൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തൻ്റെ വിശ്വാസവും കാഴ്ചപ്പാടും ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം സംസാരിച്ചത്. ബൈബിൾ സത്യമാണെന്നും ദൈവമാണ് സൃഷ്ടാവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആദ്യകാല ശാസ്ത്രജ്ഞന്മാരായ യോഹന്നാസ് ക്ലപ്പർ, ഐസക് ന്യൂട്ടൺ, മൈക്കൽ ഫാരഡേ, ജെയിംസ് ക്ലർക്ക്, മാക്സ്വെൽ എന്നിവരെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ ആദ്യം ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് പറഞ്ഞു, ഞാൻ ചന്ദ്രനിൽ കാലുകുത്തിയതല്ല വലിയ അത്ഭുതം. സ്വർഗത്തിലെ രാജകുമാരൻ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ കാൽകുത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരു വ്യക്തി ദൈവത്തെ അറിയണമെന്നില്ല. ദാവീദ് പറഞ്ഞു, ദൈവത്തെ രുചിച്ചറിയണമെന്ന്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തെ ദാവീദ് രുചിച്ചറിഞ്ഞതിനാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ദാവീദ് മാറി. നമുക്ക് ആ പ്രകാരം മാറാം. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത് അങ്ങനെയാണ്. ദാവീദും നമ്മളെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇഫ് ഡേവിഡ് ക്യാൻ, വൈ കാൻ വി? അതിനാൽ ഏത് കൊടുങ്കാറ്റിൻ്റെയും അനുഭവങ്ങളിലും വിശ്വാസത്തോടെ ദാവീദ് നിലകൊണ്ട്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നടന്ന യുദ്ധമായിരുന്നു ഗെറ്റിസ്ബർഗ് യുദ്ധം.
ഈ യുദ്ധം ആ രാജ്യത്തിലെ രാഷ്ട്രീയ ചരിത്രത്തെ തുലാസിൽ തൂക്കി. വലിയൊരു ഹൃദയഭാരം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ ഉണ്ടായി. അദ്ദേഹം ഹൃദയഭാരത്തോടെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ കടന്നു ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു: പിതാവേ, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയെല്ലാം അങ്ങയുടെ കരങ്ങളിലാണ്. ജീവിതത്തിലെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതായി എബ്രഹാം ലിങ്കന് തോന്നി. ഉള്ളിൽ എന്തൊന്നില്ലാത്ത സമാധാനം വന്നു നിറഞ്ഞു. സമരം അടിച്ചമർത്തപ്പെട്ടു. ദൈവകൃപയോടുകൂടി രാജ്യത്തെ സമാധാനമായി കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ജീവിതത്തിൽ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ കാറ്റിനും തിരമാലകൾക്കും ഒന്ന് അടങ്ങിക്കൂടെ എന്ന്. എന്നാൽ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. ഒരു സത്യമുണ്ട്: തിരമാലകൾ അടങ്ങിയില്ലെങ്കിലും തിരമാലകൾക്ക് മുകളിൽ കൂടെ നടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാമോ? ആമേൻ. ഒരു ആമേൻ കൂടെ പറയാം. ആമേൻ. ആ ദൈവമാണ് ഉലകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു. ഇസ്രായേൽക്കാർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും നൽകി പരിപാലിച്ച ദൈവം നമ്മയും കാത്തു പരിപാലിക്കും. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതത്തിൽ അറിയപ്പെടുന്ന ഒരു അത്ഭുതമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാനായി പറഞ്ഞു. ശിഷ്യന്മാർക്ക് യേശുവിനെയും അപ്പത്തെയും വിട്ടു പോകുന്നതിന് മടിയുണ്ടായിരുന്നിരിക്കാം. എങ്കിലും അവർ പോയി. യാത്ര എങ്ങോട്ടാണെന്ന് അറിയാതെ അവർ പടകുമായി പോയി. പ്രതീക്ഷകൾക്ക് എതിരായി കൊടുങ്കാറ്റ് വീശി. പടക് മുങ്ങാറായി. ജീവിതവും ഇങ്ങനെയാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരും. പ്രതീക്ഷിക്കാതെ കാറ്റും കൊടുങ്കാറ്റും തിരമാലകളും ജീവിതമാകുന്ന പടകിൽ ആഞ്ഞടിക്കും. മുങ്ങിപ്പോകുമല്ലോ എന്ന് തോന്നി വാവിട്ട് കരയുന്ന അനുഭവങ്ങൾ വന്നു ചേരാം. അതാർക്കും വരാം. ദൈവം നിശ്ചലമായി ഇരിക്കുകയാണോ എന്ന് തോന്നാം. അപ്രകാരം പഴയ നിയമത്തിലെ വിശുദ്ധരുടെ പലരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ദൈവത്തോട് പരാതി പറഞ്ഞു: എന്നെ അങ്ങ് കൊന്നുകള, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും ദൈവം നമ്മുടെ നിലവിളി കേട്ടില്ല എന്ന് വരാം. എന്നാൽ 4-ാം യാമത്തിൽ പടക് മുങ്ങിപ്പോകുന്നതിന് മുൻപ് തക്ക സമയത്ത് ദൈവം കടന്നു വന്ന കരം തരും. നാം അക്കരെ എത്തുകയും ചെയ്യും. ആമേൻ. ഒരാമേൻ കൂടെ പറയാം. ആമേൻ. ഈ ലോകത്തിന് നമുക്ക് സമാധാനം തരുവാൻ കഴിയുകയില്ല. ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിന് നമുക്ക് സമാധാനം തരാൻ കഴിയുകയില്ല. സമാധാനം ലോകത്തിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുവാനും സാധ്യമല്ല. സമാധാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഇപ്രകാരം ജോഷുവയോടും കർത്താവ് പറയുന്നുണ്ട്: ഭ്രമിച്ചു പോകരുത്, കലങ്ങിപ്പോകരുത്. നീ പോകുന്നിടത്തേക്കും എൻ്റെ കരം കൂടെയിരിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ഈ ഭൂമിയിൽ നമ്മെ ആരും മനസ്സിലാക്കിയില്ല എങ്കിലും, നമ്മുടെ മൊഴികൾ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും, നമ്മെ എപ്പോഴും കേൾക്കുവാൻ തയ്യാറായി നമ്മെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഇത്ര വലിയ സന്തോഷമാണ് അതല്ലേ? നാം ക്ഷീണിക്കുമ്പോൾ നമുക്ക് കരം തന്ന് നമ്മെ താങ്ങുന്ന ഒരു പിതാവുണ്ട്. മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നു. ആരൊക്കെ നമ്മെ കൈവടിഞ്ഞാലും ദൈവം നമ്മെ മക്കളായി അംഗീകരിക്കുന്നു. ദൈവത്തിന് മക്കളെ ഉള്ള, ചെറുമക്കളില്ല. ചെറുമക്കൾ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജാതിമത ഭേദമന്യേ ദൈവത്തിന് മനുഷ്യർ മക്കളാണ്. നമ്മുടെ സന്തത സഹചാരിയായി കൂടെ നടക്കുന്നു. ആര്? നമ്മുടെ അപ്പൻ, യേശപ്പൻ, ജീസസ്. ഈ ദൈവം നമ്മെ നയിക്കും, നമ്മെ പരിപാലിക്കും. നമ്മുടെ നേരെ പാഞ്ഞു വരുന്ന കാറ്റിനെയും കൊടുങ്കാറ്റിനെയും തിരമാലകളെയും നോക്കി പിതാവ് മൊഴിയും ഇങ്ങനെ:
കാറ്റേ ശാന്തമാകൂ, കടലേ ശാന്തമാകൂ. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങുകയരുത്. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും കലുഷിതമായ പ്രശ്നങ്ങൾ നിറയപ്പെട്ട ഒരു ലോകത്തിലൂടെയാണല്ലോ ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ അതിൻ്റെ മധ്യേ ധൈര്യത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തരുന്ന സ്വർഗീയ ശക്തിക്കായി നന്ദി പറയുന്നു. ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ജോഷുവ ധൈര്യത്തോടെ അവിടുന്ന് ഫലമേൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിച്ചതുപോലെ ഞങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഇബ്രാപ്പച്ചനെ പോലെ ഞങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തോട് ചേർത്ത് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയം കലങ്ങിപ്പോകാതെ, ഭ്രമിച്ചു പോകാതെ, ഹല്ലേലൂയ, ധൈര്യത്തോടെ, ഹല്ലേലൂയ, പടയോർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി, ഹല്ലേലൂയ, ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ച് ആയിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ, ഹല്ലേലൂയ, ഹോളിഡേയ്സിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഈ 2 മാസക്കാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവേ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, കൂടുതൽ ദൈവവചനം പഠിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവവചനം കർത്താവേ അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം കർത്താവേ. ഈ കാലഘട്ടത്തിൽ പെരുകി വരുന്ന സകല ദുഷ്ടശക്തികളിൽ, സാംക്രമിക രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാൽ കേരളത്തിൽ യൗവനക്കാരുടെ ഇടയിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന HIV രോഗത്തെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ അത്തരത്തിലുള്ള കുടില കെണികൾ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ഹല്ലേലൂയ രാജ്യത്തിന്, കുടുംബത്തിന് ഹല്ലേലൂയ പ്രയോജനപ്പെടുന്ന രീതിയിൽ കർത്താവെ നല്ല അനുസരണമുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. സകല മദ്യപാന ആസക്തിയിൽ നിന്ന്, വെറിക്കൂത്തുകളിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെതായ ആ വിഷയത്തിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ കണ്ടുപിടിച്ച് അവരെ തക്കതായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരുക്കുന്ന എല്ലാ പ്ലാനും പദ്ധതികളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുവാൻ ഹല്ലേലൂയ പോലീസ് സൈന്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടശക്തിക്കെതിരെ പടപൊരുതുവാനുള്ള ആത്മബലം, ശക്തിയും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ ഒരു മാസക്കാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവിടെ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ജർമ്മനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള ആ യുദ്ധത്തിൻ്റെ സകല ദുഷ്ടശക്തിയുടെ പ്രവൃത്തികൾ വിട്ടുമാറി ആ രാജ്യത്ത് സമാധാനം വരട്ടെ എന്ന് നിൻ്റെ അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം, 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 സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി, പഠനത്തിനായി പോയിരിക്കുന്ന നിങ്ങളെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടുവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അധൈര്യപ്പെടാതെ അങ്ങയിൽ പൂർണ്ണമായി അടിയുറച്ച് നിന്നുകൊണ്ട്
ഹല്ലേലൂയ. ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ പ്രിയ മക്കൾക്കും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ കൃപ നൽകണം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയാലായുസിനെ